ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് പാക്കാണ്. ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ബീട്രൂട്ടൊക്കെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. കരിവാളിപ്പൊക്കെ മാറാനും സ്കിന്നിലുള്ള കറുപ്പ് കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനൊക്കെ ബീട്രൂട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്തൊക്കെ നമുക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്ന ഒരു ഫേസ് പാക്കാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കരിവാളിപ്പൊക്കെ മാറും, പിന്നെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവും, പിന്നെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറിക്കിട്ടാനും മുഖക്കുരു ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആയി കിട്ടാനും നല്ലൊരു റോസ് ഗ്ലോ ഒക്കെ നമ്മുടെ സ്കിന്നിൽ കിട്ടാനും, അതായത് ബ്ലഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്ലോ ഒക്കെ നമ്മുടെ ഫേസിൽ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കൈ കാലുകളിലെ കരുവാളിപ്പ് മാറ്റാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയ ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 സ്പൂൺ ബീട്രൂട്ടിൻ്റെ ഈ ഒരു പേസ്റ്റാണ് ആവശ്യമുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മുഖക്കുരു ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നതാണ് ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരുമ്പോൾ ആ ഒരു ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കും. റിങ്കിൾസ് വരാതിരിക്കാൻ, അതായത് ആൻറ്റി ഏജിങ് ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് നൽകാൻ സഹായിക്കുന്നതാണ്. പിന്നെ സ്കിന്നിന് നല്ല ഗ്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോസ് കളറിലുള്ള ഒരു ഗ്ലോ തന്നെ കിട്ടാൻ സഹായിക്കും. പിന്നെ ഇത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കും, നിറം വയ്ക്കാൻ സഹായിക്കും. കരുവാളിപ്പുള്ളവർക്കൊക്കെ കരുവാളിപ്പൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും വെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഈ ഒരു പാക്ക് സഹായിക്കും. അപ്പോൾ ആവശ്യമായിട്ടുള്ള ബീട്രൂട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേന് നമ്മുടെ കരുവാളിപ്പൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ 1 സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് തേൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡാബറിൻ്റെ തേനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 സ്പൂൺ തേനും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 രൂപയുടെ ഒരു കാപ്പിപ്പൊടിയുടെ പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ പൊടിച്ച് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ പൊടിച്ച് നമുക്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കരുവാളിപ്പ് മാറാൻ, നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ, അതുവഴി നമ്മുടെ കോംപ്ലക്ഷനൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനൊക്കെ സഹായിക്കും. പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൈരിന് പകരമായിട്ട് ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് നല്ലത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1/2 സ്പൂൺ അളവിലാണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത്. തൈരാണെങ്കിൽ നിങ്ങൾക്കൊരു 2 സ്പൂൺ അളവിലൊക്കെ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം റിസൾട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് കിട്ടുക. ഈ ഒരു പാക്കുമായിട്ട് അതെല്ലാം മിക്സ് ആയിട്ട് വരികയും ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഇത് അരമണിക്കൂറിന് ശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം.
അപ്പോൾ ഈ ഒരു പാക്ക് എന്നില്ല, ഏതൊരു പാക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നിങ്ങളിത് ഫേസിൽ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് മുഖത്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ നല്ലപോലെ മുഖം കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ രാത്രി സമയത്താണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പകൽ സമയത്ത് യൂസ് ചെയ്തിട്ട് പിന്നെ വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് കരുവാളിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ രാത്രി സമയം അല്ലെങ്കിൽ വെയിൽ പോയിട്ടുള്ള ആ ഒരു സമയങ്ങളിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക. ഒരു 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുനാരങ്ങയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുത്തത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തേൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് നല്ലപോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഇത് പെട്ടെന്നൊന്നും സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആക്കില്ല. അതുകൊണ്ട് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. പെട്ടെന്ന് ഉണങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടെ നിങ്ങൾ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ കഴുകി വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ ചിലവർക്ക് സ്കിന്നിൽ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളറ് പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ കടലമാവോ അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള സോപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് കഴുകി കളഞ്ഞാൽ മതി. ഇപ്പോൾ എൻ്റെതും അങ്ങനെ കളറ് പിടിക്കുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ ഞാൻ ദിയൂസിൻ്റെ ആയുർവേദിക് സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കഴുകി കളയാറുള്ളത്. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്